അപ്പോൾ നമ്മുടെ നാട്ടിൽ വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളൊരു ധനുമാസം കഴിഞ്ഞ് മകരം, കുംഭം, മീനം ഈ ഒരു മാസങ്ങളിലൊക്കെ ഉത്സവത്തിൻ്റെ ഒരു സമയമാണ്. ഉത്സവങ്ങളിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നത് തന്നെ നമുക്ക് ചില ആഘോഷം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതാത് നാടുകളിൽ താമസിച്ചിരുന്നവർ സൗഹൃദം പുതുക്കുന്നതും എല്ലാവരും ഒത്തുകൂടുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതെല്ലാം ഉത്സവപ്പറമ്പിലൊരു പ്രത്യേകതകളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എന്താ പറയുന്നത് വെച്ചാൽ ഇന്ന് ഇപ്പം ഞാനൊക്കെ ജനിച്ചു വളർന്ന ഞങ്ങളുടെ നാട്ടിലെ പന്തലൂർ ഭഗവതി ക്ഷേത്രത്തിൽ 2025 ഫെബ്രുവരി 7, 8, 9, 10, 11, 12 തീയതികളിലാണ് ഉത്സവം. അതിൽ 10-ാം തീയതി അതായത് 3-ാം പാട്ട് വേട്ടയ്ക്കൊരു മകൻ പാട്ടാഘോഷമാണ്. ഈ പാട്ടാഘോഷത്തിലെ 3-ാം പാട്ട് ദിനത്തിൽ നടന്ന വിശേഷങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ 10 മണിയോടുകൂടി ഗജരാജൻ ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടനെ പന്തലൂർ ടൗണിൽ നിന്നും ആനയിക്കുന്നു ക്ഷേത്രത്തിലേക്ക്. ഗജരാജൻ ക്ഷേത്ര പ്രദക്ഷിണം കഴിഞ്ഞ് ഇനി ഉച്ചയ്ക്ക് ശേഷം എഴുന്നള്ളത്താണ്. പതിനൊന്ന് മണിക്ക് പന്തലൂർ ശ്രീ ശിവശങ്കരൻ നായർ അവതരിപ്പിക്കുന്ന ഹരികഥാ കഥനം. വളരെ ഭക്തന്മാരാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ പലർക്ക് മറ്റൊന്നുമല്ല, ഒരു സമ്മതിയില്ലാത്ത ദുഃഖമാണ്. ചുരുക്കത്തിലും അങ്ങനെയുള്ളവരുണ്ടാവല്ലേ എല്ലാ സമ്പത്തും കിട്ടുന്നത്. എന്റെ മകൻ ഇതിനോട് കണ്ടിരുന്നെങ്കിൽ ക്ഷേത്ര ഉത്സവങ്ങളിൽ ഉള്ള വലിയൊരു പ്രത്യേകതയാണ് ആ ഒരു സമയത്തുള്ള സൗഹൃദങ്ങൾ പുതുക്കൽ. പല നാടുകളിലായിട്ട് ജോലിയും മറ്റ് താമസം കാര്യങ്ങളായിട്ട് ആ നാട്ടിൽ നിന്നും ഒരുപാട് ദൂരെ താമസിക്കുന്നവർ എല്ലാം ഒത്തുകൂടുന്നൊരു സമയം കൂടിയാണിത്. ഇനി നമ്മൾ ഊട്ടപുരയിലെ വിശേഷത്തേക്കാണ് കടക്കുന്നത്.
ജാതിമത വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾ പ്രസാദൂട്ടിൽ പങ്കെടുത്തു. പാസ്ക് പന്തലൂർ പ്രവാസി കൂട്ടായ്മയിലെ അംഗങ്ങളെ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ സ്വീകരിക്കുന്നു. ഇന്നത്തെ പ്രസാദൂട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് പന്തലൂരിലെ പാസ്ക് പ്രവാസി കൂട്ടായ്മയാണ്. ഇനി നമുക്ക് ഇതിപ്പോൾ ഉച്ചവരെയുള്ള ഉത്സവത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള ഇത് പറഞ്ഞാൽ ഗംഭീര എഴുന്നള്ളത്താണ്. അപ്പോൾ ആ എഴുന്നള്ളത്ത് ഉൾപ്പെടുന്ന വീഡിയോ നമ്മൾ അടുത്ത നമ്മളെ വീഡിയോ അതാണ്. അപ്പോൾ നമ്മൾ അത് തീർച്ചയായിട്ടും മറക്കാതെ കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.